അപ്പോൾ നമ്മൾ പൈത്തണിൽ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ലാസ്റ്റ് ഒരു മൊഡ്യൂളും കൂടി എടുക്കാണ്ടെന്ന്. അപ്പോൾ 4th മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്സും അതിൻ്റെ വർക്കിങ്ങുമാണ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2nd മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു പൈത്തണിൽ 5 ടൈപ്പ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഉള്ളത്. സോറി, ഒരു ചെറിയ കോൾഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ബ്ലഡ് ഉണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി. അപ്പോൾ 5 ടൈപ്പ് ഡാറ്റ ടൈപ്സ്, സാധാരണ സിയിലും ജാവയിലും ഉള്ള പോലത്തെ ഡാറ്റ ടൈപ്സ് അല്ല പൈത്തണിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ്. അപ്പോൾ 5 ഡാറ്റ ടൈപ്സ് ഏതൊക്കെ? നമ്പേഴ്സ്, സ്ട്രിങ്, ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി. ഇതാണ് 5 ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് വരുന്നത് പൈത്തണിൽ. അപ്പോൾ നമ്മളിനി അതിൽ പൈത്തണിൻ്റെ ഓരോ ഡാറ്റ ടൈപ്പും അതിൻ്റെ വർക്കിങ്ങുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രിങ്. 5 ടൈപ്പാണ് ഉള്ളത്. നമ്പർ, സ്ട്രിങ്, ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി. ഈ 5 ടൈപ്പ് ഡാറ്റ ടൈപ്പ് ഉള്ളത്. അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നോർമലി നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ് മുതലാണ് തുടങ്ങുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് നമ്മൾ സിയിലൊക്കെ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ് എന്ത് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സിംഗിൾ ക്യാരക്ടർ അല്ല, സീക്വൻസ് ഓഫ് ക്യാരക്ടറിൻ്റെ പറഞ്ഞ പേരാണ് എന്ത് സ്ട്രിങ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് കമ്പ്യൂട്ടർ ഡു നോട്ട് ഡീൽ വിത്ത് ക്യാരക്ടേഴ്സ്, ദേ ഡീൽ വിത്ത് നമ്പേഴ്സ്. അവർ കമ്പ്യൂട്ടർ എന്തായില്ല ഡയറക്റ്റായിട്ട് എന്തെയില്ല ക്യാരക്ടേഴ്സിൻ്റെ ഡീൽ ചെയ്യില്ല, എന്ത് ചെയ്യും കൺവേർട്ട് ചെയ്തൊരു നമ്പർ ആക്കിയിട്ട് ആ നമ്പറിനെ എന്ത് ചെയ്യുള്ളൂ കമ്പ്യൂട്ടർ എടുക്കുള്ളൂ. അതായത് ബൈനറി എന്ത് ചെയ്യുള്ളൂ കമ്പ്യൂട്ടർ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് നമ്മൾ സ്ക്രീനിൽ നമുക്ക് ക്യാരക്ടറായിട്ട് കാണണമെങ്കിലും പക്ഷേ അത് സ്റ്റോർ ചെയ്യുന്നതും അതിൻ്റെ വർക്ക് മാനിപ്പുലേഷൻ നടക്കുന്നത് 0s and 1s ബൈനറി ലാംഗ്വേജിലായിരിക്കും അതിൻ്റെ സ്റ്റോറേജ് മാനിപ്പുലേഷൻ നടക്കും. പക്ഷേ സ്ക്രീനിൽ നമുക്ക് എന്തായിരിക്കും കാണുണ്ടാവുക? ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണാം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും. അതായത് ഫസ്റ്റ് സെമ്മിലെ പഠിപ്പിച്ചിട്ടുണ്ട്. ദിസ് കൺവേർഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നമ്പർ ഇസ് കോൾഡ് എൻകോഡിങ്. അതായത് ക്യാരക്ടറിനെ നമ്പർ ആക്കുന്നതിന് എൻകോഡിങ്ങും, അതുപോലെ നമ്പറിനെ മീൻസ് ക്യാരക്ടറിനെ ബൈനറി ആക്കുന്നതിന് എൻകോഡിങ്ങും, അതേപോലെ ബൈനറിനെ ക്യാരക്ടർ ആക്കുന്നതാണ് ഡീകോഡിങ്ങും. അപ്പോൾ എൻകോഡിങ്ങിന് വേണ്ടി പോപ്പുലർ ആയിട്ടുള്ളത് ആസ്കിയും യൂണിക്കോഡ്. ആസ്കി എന്താ യൂണിക്കോഡ് എന്താ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അറിയാമെന്ന് വിചാരിക്കുന്നത്. ആസ്കി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻപുട്ട് ലാംഗ്വേജ് അല്ലേ, അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആസ്കി എന്ന് പറഞ്ഞാൽ കീബോർഡിൽ ഓരോ കീക്കും പർട്ടിക്കുലർ ബൈനറി നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ എ സ്ട്രിങ് ഈസ് അടുത്ത് പറഞ്ഞ സ്ട്രിങ് ഈസ് എ യൂണിക്കോഡ്. സ്ട്രിങ് ഈസ് എ സീക്വൻസ് ഓഫ് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ്. യൂണിക്കോഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇൻക്ലൂഡ് എവറി ക്യാരക്ടർ ഇൻ ഓൾ ലാംഗ്വേജസ് ബൈ ബ്രിങ് യൂണിഫോമിറ്റി ഇൻ എൻകോഡിങ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൺട്രോൾ അങ്ങനെ ഓരോന്ന് സ്പെഷ്യൽ ഇതുണ്ടാവും. അപ്പോൾ യൂണിക്കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ളതുപോലെ തന്നെയാണ് എന്ത് കൊണ്ടുവന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനാണ് എന്ത് യൂണിക്കോഡ് ക്യാരക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ എന്തായത് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് എന്ത് ചെയ്യില്ല ക്യാരക്ടേഴ്സിനോട് കമ്പ്യൂട്ടർ ഡയറക്റ്റായിട്ട് ക്യാരക്ടേഴ്സിനോട് എന്ത് ചെയ്യില്ല ഡീൽ ചെയ്യില്ല. ആ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് എൻകോഡിംഗ് എന്നും ബൈനറിയിൽ നിന്ന് തിരിച്ച് ക്യാരക്ടറിലോട്ട് ചെയ്യുന്നതിന് ഡീകോഡിംഗ് എന്നാണ് പറയല്. അപ്പോൾ യൂണിക്കോഡും ആസ്കിയാണ് നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. ആസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡിൽ നിന്ന് വരുന്ന എല്ലാ ഇൻപുട്ടും ഒരു ബൈനറി നമ്പർ ഉണ്ടാകും. അതുപോലെ യൂണിക്കോഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇപ്പോൾ ഇൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോന്നിനും സ്പെസിഫിക് മീനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ സ്പെസിഫിക് ബൈനറി നമ്പർ ഉണ്ടാവും. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനാണ് എന്ത് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് എങ്ങനെ നമുക്ക് ഒരു സ്ട്രിങ്ങിനെ പൈത്തണിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞത്. സ്ട്രിങ്സ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ എൻക്ലോസിങ് ക്യാരക്ടേഴ്സ് ഇൻസൈഡ് എ സിംഗിൾ കോട്ട് ഓർ ഡബിൾ കോട്ട്. അതായത് ഒരു സ്ട്രിങ്ങിന് നമുക്ക് എന്ത് ചെയ്യുക ഒരു സിംഗിൾ കോട്ട് അല്ലെങ്കിൽ ഡബിൾ കോട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക സ്പെസിഫൈ ചെയ്തിട്ട് ഒരു സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു സിംഗിൾ കോട്ടിലോ ഡബിൾ കോട്ടിലോ കൊടുക്കുന്ന വാല്യൂ എന്തായിട്ട് വരും സ്ട്രിങ് ആയിട്ട് എന്ത് ചെയ്യും പൈത്തൺ കൺസിഡർ ചെയ്യും. ഈവൻ ട്രിപ്പിൾ കോഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പൈത്തൺ ബട്ട് ജനറലി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് മൾട്ടി ലൈൻ സ്ട്രിങ്സ് ആൻഡ് ഡോഗ് സ്ട്രിങ്സ്. അതായത് സിംഗിൾ കോട്ടും ഡബിൾ കോട്ടും യൂസ് ചെയ്യും, അതുപോലെ ട്രിപ്പിൾ കോട്ടും യൂസ് ചെയ്യാം. ട്രിപ്പിൾ കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻവെർട്ടഡ് കോപ്പർ ഉണ്ടാവും. അത് എന്തിനാണ് യൂസ് ചെയ്യുക മൾട്ടി ലൈൻ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക
ട്രിപ്പിൾ കോട്ടാണ് യൂസ് ചെയ്യൽ. ബാക്കിയുള്ളതിനൊക്കെ സിംഗിൾ കോട്ട് യൂസ് ചെയ്യാം, ഡബിൾ കോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് മൈ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിലോട്ട് ഹെലോ എന്നുള്ള ഡാറ്റ സ്ട്രിങ് പാസ് ചെയ്തു. അതിൽ നമ്മൾ സിംഗിൾ കോട്ട കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് എന്താ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഹെലോ എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വേരിയബിൾ സെയിം വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് മൈ സ്ട്രിങ്. എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്ത് ഡബിൾ കോട്ടിൽ ഹെലോ കൊടുത്തു. എന്നിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് ഹെലോ ആണ്. മൂന്നാമത്തത് മൈ സ്ട്രിങ് 3 ട്രിപ്പിൾ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തു. അതും അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാലാമത്തെ വരുമ്പോൾ നമുക്ക് നമ്മളെന്താണ് മൾട്ടിപ്പിൾ ലൈൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രിപ്പിൾ ഇൻവേർട്ടഡ് കോമ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിങ്ങിലോട്ട് ഡാറ്റ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ഇൻവേർട്ടഡ് കോമ, സിംഗിൾ വേർഡ് ആണെങ്കിൽ 3 ടൈപ്പിൽ ചെയ്യാം. സിംഗിൾ ഇൻവേർട്ടഡ് കോമ വെച്ച് ചെയ്യാം, ഡബിൾ ഇൻവേർട്ടഡ് കോമ വെച്ച് ചെയ്യാം, ട്രിപ്പിൾ സിംഗിൾ ഇൻവേർട്ടഡ് കോമ വെച്ചിട്ട് ചെയ്യാം. ഇത് സിംഗിൾ വാല്യൂ ആണെങ്കിൽ ഈ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. അതല്ല മൾട്ടിപ്പിൾ ലൈൻസ് ആണെങ്കിൽ ട്രിപ്പിൾ ഇൻവേർട്ടഡ് കോമ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അത് ആ സ്ട്രിങ് അതിലോട്ട് എന്ത് ചെയ്യുള്ളൂ, അസൈൻ ചെയ്യുള്ളൂ. അപ്പോൾ വീണ്ടും പറയുന്നത് ഒരു സിംഗിൾ ലൈൻ സ്ട്രിങ് നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ഇൻവേർട്ടഡ് കോമ യൂസ് ചെയ്യാം, ഡബിൾ ഇൻവേർട്ടഡ് കോമ യൂസ് ചെയ്യാം, ട്രിപ്പിൾ സിംഗിൾ ഇൻവേർട്ടഡ് കോമ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലൈൻസ് ആണ് അതിൽ ഒന്നിൽ കൂടുതൽ ലൈൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രിപ്പിൾ ഇൻവേർട്ടഡ് കോമ ചെയ്യണം. ഇവിടെ എക്സാമ്പിൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് മൈ സ്ട്രിങ് ഇതല്ല. അതേപോലെ അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ എന്താണ് ഹെലോനെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്, രണ്ടാമത്തെ ഹെലോ, മൂന്നാമത്തെ ഹെലോ, നാലാമത്തെ മാത്രം എന്താണ് സിംഗിൾ. എങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതേ രീതിയിൽ എന്ത് വരും, ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നെക്സ്റ്റ് പറയണത് ഇനി നമുക്ക് ഹൗ ടു ആക്സസ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സിനെ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാമെന്നുള്ള പറഞ്ഞത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ക്യാരക്ടറാണ് അല്ലേ. അപ്പോൾ ആ ഒരു സീക്വൻസിലത്തെ ക്യാരക്ടേഴ്സിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു ആക്സസ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. വി ക്യാൻ ആക്സസ് ഇൻഡിവിജ്വൽ ക്യാരക്ടർ യൂസിങ് ഇൻഡെക്സിങ് ആൻഡ് എ റേഞ്ച് ഓഫ് ക്യാരക്ടർ യൂസിങ് സ്ലൈസിങ്. അതായത് നമുക്ക് ഒരു സ്ട്രിങ്ങിത്തെ ഇൻഡിവിജ്വൽ ക്യാരക്ടറിനെ യൂസ് ചെയ്യാനും ഒന്നില്ലെങ്കിൽ നമുക്ക് ഇൻഡെക്സ് നമുക്ക് അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സ്ട്രിങ്ങിലെ, ഞാൻ ആദ്യം ഫസ്റ്റ് പറഞ്ഞത് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒരു അറേ കോൺസെപ്റ്റാണ് എന്ത് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അറയിൽ എന്ത് ചെയ്യാം, അറയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സിംഗിൾ എലമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് സ്ട്രിങ്ങും ക്യാരക്ടേഴ്സിൻ്റെ ഒരു സീക്വൻസാണ് സ്ട്രിങ്. അപ്പോൾ ആ സീക്വൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സിംഗിൾ ക്യാരക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് 2 ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ, പിന്നെ റേഞ്ച് ഓഫ് ക്യാരക്ടർ യൂസിങ് സ്ലൈസിങ്. 2 മെത്തേഡിലാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. അതായത് സ്ട്രിങ്ങിലെ ഒരു സിംഗിൾ ക്യാരക്ടറിനെ ആക്സസ് ചെയ്യാൻ നമുക്ക് 2 രീതി ചെയ്യാം. ഒന്ന് ഇൻഡെക്സിങ്ങും ചെയ്യാം, രണ്ടാമത് സ്ലൈസിങ്ങും ഉള്ള പ്രോപ്പർട്ടി. 2 പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യാൻ പറ്റുക. ഇൻഡെക്സ് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറേ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മളതിൻ്റെ സൈസ് കൊടുക്കും അല്ലേ. ആ സൈസ് വെച്ചിട്ടാണ് ഇപ്പോൾ 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 4 കൊടുക്കും. അപ്പോൾ 0 1 2 3 4 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 0 ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1ലുള്ള എലമെൻറ്റ് വരും. അതേപോലെ തന്നെയാണ് സെയിം എന്താണ് ഇൻഡെക്സിങ്, ഇതിലും സെയിം ആണ്. പക്ഷേ ഇത് പറഞ്ഞാൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0. നോർമലി അറേയിൽ നമ്മൾ എന്താണ് 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇതിലും എന്താണ് 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0. പിന്നെ പറഞ്ഞത് ട്രൈ ടു ആക്സസ് ക്യാരക്ടർ ഔട്ട് ഓഫ് ഇൻഡെക്സ് വിൽ ബി. അതായത് ഇപ്പോൾ 4 നമ്മൾ 5 സ്ട്രിങ് ഹെലോ കൊടുത്തു, ഹെലോ HELLO 5 എലമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ 6ാമത്തെ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ഇൻഡെക്സ് എറർ എന്ന് വരും. ഇൻഡെക്സ് എന്തായാലും ഒരു ഇൻറ്റീജർ വാല്യൂ ആവണം. വി കാൻ യൂസ് ഫ്ലോട്ട്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ്ങിലത്തെ ഒരു എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ നേരത്തെ അതൊരു ഇൻറ്റീജർ വാല്യൂ ആവണം. അതായത് 0 to 9 വരെയുള്ള ഒരു വാല്യൂസ് ആവണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലോട്ട്സ്, അതായത് 1.2 അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ടൈപ്പ് എറർ എന്നുള്ള മെസ്സേജ് വരും. ഇൻഡെക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ ഔട്ട് ഓഫ് ബോണ്ട്, അതായത് നമ്മൾ
ഇൻഡെക്സിൻ്റെ പുറത്തുള്ള റേഞ്ച്. ഇപ്പോൾ 5 വാല്യൂസ് കൊടുത്തിട്ട് നമ്മൾ 6ാമത്തെ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന എററാണ് എന്ത്, ഇൻഡെക്സ് എറർ. പിന്നെ ടൈപ്പ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് എന്തായാലും ഒരു ഇൻറ്റീജർ വാല്യൂ ആവണം. അതായത് ഇപ്പോൾ 0 to 9, അതേപോലെ നെഗറ്റീവ് വാല്യൂ പറ്റും. നെക്സ്റ്റ് പറയുന്നുണ്ട് വി കൺ യൂസ് ഫ്ലോട്ട്സ് ഓർ അതർ ടൈപ്സ്. അതായത് ഫ്ലോട്ടിംഗ് വാല്യൂ അതേപോലെ ഫ്രാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡെക്സിൽ കൊടുക്കാൻ പറ്റില്ല. അത് നോർമലി എന്ത് ചെയ്യും, ടൈപ്പ് എററിൽ വന്ന് എഫക്റ്റ് ചെയ്യും. പിന്നെ അടുത്ത പറഞ്ഞു പൈത്തൺ അലൗസ് നെഗറ്റീവ് ഇൻഡെക്സിങ് ഫോർ ഇറ്റ്സ് സീക്വൻസ്. അതായത് പൈത്തൺ എന്ത് ചെയ്യും, നെഗറ്റീവ് വാല്യൂ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. നമ്മൾ അറേയിൽ നമ്മൾ നോർമലി 0 to ആ ഒരു റേഞ്ചിൽ എടുക്കുള്ളൂ. പക്ഷേ പൈത്തണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് വാല്യൂ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ആക്കിയിട്ട് കൊടുക്കാം. The index of -1 refers to the last item and -2 to the second last item. അതായത് ഏറ്റവും ലാസ്റ്റിലുള്ള ഐറ്റം ഇപ്പോൾ നമ്മൾ 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും വരില്ല. പക്ഷെ -1 കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ ഐറ്റം ആയിരിക്കും വരില്ല. -2 കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ്, അങ്ങനെ വരും. -3 -4 അങ്ങനെ എത്ര ഉണ്ടോ ലാസ്റ്റ് 0ൽ അത് അങ്ങോട്ട് പോകും. -1 -2 -3 -4 തീർന്നു കഴിഞ്ഞാൽ 0 ആയി മാറും. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 0 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണെങ്കിൽ 0 1 2 3 4 ആയിരിക്കും. അത് നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ -1 -2 -3 -4. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ഫസ്റ്റത്തെ 1 എന്തായിരിക്കും, ഏറ്റവും ടോപ്പ് ആയിരിക്കും. കാരണം -1 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആയിരിക്കും, -2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ്, -3 -4 അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണോ അവിടെ വെച്ചിട്ട് മൈനസ് ഏതാണോ ആ വാല്യൂ അവിടെ നിൽക്കും. പിന്നെ നമ്മൾ പറഞ്ഞു വി ക്യാൻ ആക്സസ് റേഞ്ച് ഓഫ് ഐറ്റംസ് ഇൻ എ സ്ട്രിങ് ബൈ യൂസിങ് സ്ലൈസിങ് ഓപ്പറേറ്റർ. സ്ലൈസിങ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ട്രിങ്ങിലെ ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഈ ഓപ്പറേറ്ററാണ് എന്ത്, കോളൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, സ്ലൈസിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. അടുത്തൊരു എക്സാമ്പിൾ ഉണ്ട്, ആ എക്സാമ്പിൾ ഒന്നും കൂടെ നോക്കി. ഫസ്റ്റ് നോക്ക്, STR പ്രോഗ്രാമിസം കൊടുത്തത്. എന്നിട്ട് നമ്മൾ കൊടുത്തത് പ്രിൻറ്റ് STR, അതിന് നമ്മൾ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അതാ ഫസ്റ്റത്തെ പ്രിൻറ്റ് ഇവിടെ നോക്കി നോക്ക്, STR പ്രോഗ്രാമീസ്. നമ്മളിവിടെ ഫസ്റ്റ് ഇവിടെ നിന്ന് കൊടുത്ത് STR എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ പ്രോഗ്രാമീസ് എന്നുള്ളൊരു സ്ട്രിങ്ങിനെ അസൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് അതിനെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അതിന് പ്രിൻറ്റ് വന്നിട്ടുണ്ട് വേണ്ട, STR = STR പ്രോഗ്രാമീസ്. ഇനി രണ്ടാമത്തെ പ്രിൻറ്റ് STR0. അതായത് നമ്മൾ എന്താണ് ഇൻഡെക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, STR0. അപ്പോൾ എന്നിട്ട് അവിടെ കൊടുത്ത് ഇത് ജസ്റ്റ് പ്രിൻ്റ് അതേപോലെ പ്രിൻ്റ് ചെയ്യും. ഇത് അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ STR0 എന്ന് പറയുമ്പോൾ 0ൽ നോർമലി P ആണല്ലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, P പ്രിൻ്റ് ചെയ്തു. പിന്നെ വരുന്നത് പ്രിൻ്റ് STR -1. -1 എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക, -1 എപ്പോഴും തുടങ്ങുമ്പോൾ ലാസ്റ്റ് പൊസിഷനിലുള്ള എന്താണോ അതാണ് ഫസ്റ്റ് പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് പൊസിഷനിലുള്ള Z ആണ്. അപ്പോൾ എന്ത് ചെയ്തു, Z പ്രിൻ്റ് ചെയ്തു. എക്സ്ക്യൂസ് മീ, അപ്പോൾ സോറി. അപ്പോൾ അതാ STR0 എന്നുള്ളപ്പോൾ ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 0ത്തെ എലമെൻറ്റ് പ്രിൻ്റ് ചെയ്തു. അതാണ് ഈ Z. നെക്സ്റ്റ് പറഞ്ഞത് നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ്ങും പോസിബിളാണെന്ന്, സ്ട്രിങ്ങിൽ നെഗറ്റീവ് ഇൻഡെക്സിങ്ങും പോസിബിളാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ STR -1 കൊടുത്തു. അപ്പോൾ നോർമലി -1 എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. -1 ലാസ്റ്റും -2 സെക്കൻഡ് ലാസ്റ്റും. അപ്പോൾ എന്താണ് അതിൽ -1ൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് Z ആണ്. അപ്പോൾ Z പ്രിൻ്റ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതാണ്, സ്ലൈസിങ് ആണ്. സ്ലൈസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഇതിലുള്ളത്, അതായത് ഉള്ളത് നോക്കി. STR 1:5 എന്ന് കൊടുത്തു. അപ്പോൾ 1:5 എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ്. അപ്പോൾ 1:5 എന്ന് പറയുമ്പോൾ നോർമലി സ്റ്റാർട്ടറിൽ 0 ആണ്. അപ്പോൾ സ്ലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള 1 മുതൽ 5 വരെയുള്ള, അപ്പോൾ 1 മുതൽ 4 വരെ ഉള്ളത് എന്ത് ചെയ്യും, 5 വരെയുള്ള സ്ലൈസ് ചെയ്യും. അപ്പോൾ 0 പ്രോഗ്രാമിംസിൽ 0 ആണ് P, 1 R, 2 O, 3 J, R. അപ്പോൾ അതുകൊണ്ട് 1:5 4 എലമെൻ്റാണ് 1:5 വരില്ല. കാരണം 0ൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 1:5 എന്ന് പറയുമ്പോൾ നോർമലി 4 എലമെൻറ്റ്സ് ഇരിക്കും. ആ 4 എലമെൻറ്റ്സാണ് എന്തുള്ളത് ഇവിടെ
പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് പ്രിൻ്റ് 5:-2. അപ്പോൾ അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ -2 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ 5-ൽ നിന്നും അങ്ങോട്ട്, അതായത് 0 to 5 വരുമ്പോൾ, അതായത് ഈ ഇൻഡെക്സ് 0-ൻ്റെയും അതേപോലെ നെഗറ്റീവിൻ്റെയും ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ 0 ഫ്രണ്ടിൽ നിന്ന് കിട്ടും, മൈനസ് വാല്യൂ ബാക്കിൽ നിന്ന് കിട്ടും. പക്ഷെ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒറ്റ ഫ്ലോ ഓഫ് ഡാറ്റയിലേ വരുള്ളൂ, അതായത് 0 to വരുള്ളൂ. അപ്പോൾ ആ ഡയറക്ഷനിൽ മാത്രമേ വരുള്ളൂ. പക്ഷെ നമുക്ക് പൈത്തണിൽ സ്ട്രിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യുക, 2 മൾട്ടി ഡയറക്ഷൻ എടുക്കുക, അതായത് സ്റ്റാർട്ടിങ് ടു എൻഡിങ് എടുക്കുക, എൻഡിങ് ടു സ്റ്റാർട്ടിങ് എടുക്കുക. അപ്പോൾ 5 to -2 എന്ന് പറയുമ്പോൾ -2 വരുമ്പോൾ നോർമലി 5 -2 വരുമ്പോൾ ആ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷൻ എടുക്കൽ. അപ്പോൾ 0 -1 -2. അപ്പോൾ ഈ പ്രിൻ്റ് ചെയ്ത് പിന്നെ 5 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുമ്പോൾ PRO പ്രിൻ്റ് ചെയ്തു. 1 സെക്കൻഡ്, എക്സ്ക്യൂസ് മീ. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്നോട് ചോദിക്കുക, ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഭയങ്കര കഫും കോൾഡൊക്കെ വന്നുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സാമ്പിളിൽ കൂടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്ട്രിങ്ങിൽ നമുക്ക് മൾട്ടി വേയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാസ് ആക്സസ് ചെയ്യാം. നിങ്ങൾ അറേ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഒറ്റ ഇൻഡെക്സ് 0 to n വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ വേയിലും ആ സിംഗിൾ വേയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലത്തെ എലമെൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്ട്രിങ് എന്നുള്ള കോൺസെപ്റ്റിൽ പൈത്തണിൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി വേ, അതായത് 0 to അങ്ങോട്ടും കിട്ടും, അതേപോലെ അതായത് ഫസ്റ്റ് ടു ലാസ്റ്റ് കൊണ്ടും ലാസ്റ്റ് ടു ഫസ്റ്റും നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത് നമ്മൾ ഇനി പറയുന്നത് എങ്ങനെ ഒരു ഒരു സ്ട്രിങ്ങിലത്തെ എലമെൻറ്റ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ. ദിസ് മീൻസ് ദാറ്റ് എലമെൻറ്റ്സ് ഓഫ് എ സ്ട്രിങ് ക്യാൻ നോട്ട് ബി ചേഞ്ച്ഡ് വൺസ് ദേ ഹാവ് ബീൻ അസൈൻഡ്. We can simply reassign different strings to the same name. അതായത് അല്ലെങ്കിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഹൗ ടു ചേഞ്ച് ഓർ ഡിലീറ്റ് എ സ്ട്രിങ്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, സ്ട്രിങ്സ് ഇമ്മ്യൂട്ടബിൾ ആണ്, ചേഞ്ച് വരാത്തൊരു സാധനമാണ് എന്ത്, സ്ട്രിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിലത്തെ വാല്യൂസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ്ങിനെ എൻറ്റയർലി ആയിട്ട് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത്, സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ. ദിസ് മീൻസ് ദാറ്റ് എലമെൻറ്റ്സ് ഓഫ് എ സ്ട്രിങ് കനോട്ട് ബി ചേഞ്ച്ഡ് വൺസ് ദേ ഹാവ് ബീൻ അസൈൻഡ്. വി ക്യാൻ സിംപ്ലി റീഅസൈൻ ഡിഫറെൻറ്റ് സ്ട്രിങ്സ് ടു ദ സെയിം നെയിം. അതായത് അത് ഞാൻ പറഞ്ഞത്, ഒരു സ്ട്രിങ്സ് ചേഞ്ച് വരാത്തതാണ്. അതായത് അതിലെ എലമെൻറ്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എൻറ്റയർലി നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ട്രിങ്ങിന് തന്നെ മാറ്റാം. അതിൻ്റെ എക്സാമ്പിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കും, മൈ സ്ട്രിങ്സ് പ്രോഗ്രാംസ് കൊടുത്ത് സ്ട്രിങ് ഓഫ് 5 പ്രിൻ്റ് ചെയ്ത്. അപ്പോൾ നോർമലി എന്ത് ചെയ്യും, 0 എന്ത് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കൊടുത്ത എക്സാമ്പിൾ നോക്കിട്ടാ, തെറ്റിപ്പോയതാണ്, സോറി. നമ്മൾ ആദ്യം മൈ സ്ട്രിങ് എന്നിട്ടൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തതിൽ പ്രോഗ്രാമിംഗ് സെൻറ്റർ വാല്യൂ കൊടുത്തു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ കൊടുത്തിട്ടുള്ളത്, മൈ സ്ട്രിങ് ഓഫ് 5, ആ 5ാമത്തെ എലമെൻറ്റ് ആക്കി മാറ്റാൻ കൊടുത്തു നോക്കി. അപ്പോൾ നോർമലി നമുക്ക് വന്നത് ടൈപ്പ് എറർ വന്നു. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ത്, str ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ്. അതായത് ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐറ്റമിൽ അസൈൻ ചെയ്യാൻ, ഐറ്റം അസൈൻ ചെയ്ത് മാറ്റാൻ പറ്റില്ല എന്നുണ്ട്. പിന്നെ നമ്മൾ മൈ സ്ട്രിങ് എന്നുള്ള പൈത്തൺ കൊടുത്ത് പിന്നെ അത് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നോർമലി പൈത്തൺ തന്നെ വന്നു. അപ്പോൾ ഇത് പറഞ്ഞെന്താണ്, സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണ്, ചേഞ്ച്, അതായത് അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എൻറ്റയർലി ഒരു സ്ട്രിങ്ങിനെ വേണമെങ്കിൽ മാറ്റിയിട്ട് വേറെ സ്ട്രിങ് ആക്കി മാറ്റാം. അപ്പോൾ പിന്നെ അതാ പറഞ്ഞത്. അടുത്ത പോയിന്റ്, വി കനോട്ട് ഡിലീറ്റ് ഓർ റിമൂവ് ക്യാരക്ടേഴ്സ് ഫ്രം എ സ്ട്രിങ്. അതായത് നമുക്ക് ഒരു സ്ട്രിങ്ങിൽ നിന്ന് ഒരു ക്യാരക്ടറിനെ നമുക്ക് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുക, എൻറ്റയർലി ആ സ്ട്രിങ്ങിനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്, ഡെൽ.
DEL ഡിലീറ്റ്. അപ്പോൾ അവിടെ ഈ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡില്ലും മൈ സ്ട്രിങ് എന്ന് പറയുമ്പോൾ നോർമലി എന്ത് ആ സ്ട്രിങ് ഡിലീറ്റ് ആയി. അപ്പോൾ പിന്നെ നമ്മൾ ആ വീണ്ടും ആ മൈ സ്ട്രിങ്ങിനെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചപ്പോൾ വന്ന മെസ്സേജാണ് എന്ത് മൈ സ്ട്രിങ്ങിനെ വീണ്ടും പ്രിൻ്റ് ചെയ്യിപ്പിച്ചാണ് നെയിം എറർ ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം നമ്മൾ ഡിലീറ്റ് ആക്കിക്കൊണ്ടാണ് ഈ എറർ മെസ്സേജ് വന്നത്. നമ്മളിവിടെ ആദ്യം ഒരു സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്ത് ആദ്യത്തെ ഒരു വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ എന്താണ് ഒരു എറർ വന്നു. അങ്ങനെ സ്ട്രിങ്ങിൻ്റെ ഉള്ളിലത്തെ ഒരു ഐറ്റത്തിന് അസൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ പൈത്തൻ്റെ വാല്യൂ മാറ്റി എന്നിട്ട് ആ പൈത്തനെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇത് മൈ സ്ട്രിങ് എന്നുള്ളതിൻ്റെ വാല്യൂ മാറ്റി പൈത്തണാക്കി. എന്നിട്ട് എന്താ അതിന് ഡെൽ എന്നുള്ള കീവേഡ് നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നോർമലി പിന്നെ അതിന് ആക്സസ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് വന്നത് എന്ത് ഡെൽ മൈ സ്ട്രിങ് എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റായി. പിന്നെ മൈ സ്ട്രിങ്ങിനെ വീണ്ടും കോൾ ചെയ്തപ്പോഴാണ് വന്നത് അങ്ങനത്തെ ഒരു വാല്യൂ ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും മനസ്സിലായത് എന്താണ് ഒരു സ്ട്രിങ്ങിത്തെ ഒരു സിംഗിൾ വാല്യൂനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാനോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ മാറ്റാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ സ്ട്രിങ്ങിലുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറയുന്നത് സ്ട്രിങ്ങിൻ്റെ കുറേ ഓപ്പറേഷൻസാണ്. അതായത് കോൺകാറ്റിനേഷൻ ഓഫ് 2 or more സ്ട്രിങ്സ്. കോൺകാറ്റിനേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ സ്ട്രിങ്ങിനെ അതായത് 2 സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്ത് സിംഗിൾ സ്ട്രിങ്ങിലാക്കി മാറ്റുന്നതാണ് എന്ത് കോൺകാറ്റിനേഷൻ എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ കോൺകാറ്റിനേഷനുള്ള പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ട്രിങ് ഒന്നിൽ കൂടുതൽ സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്ത് സിംഗിൾ സ്ട്രിങ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് കോൺകാറ്റിനേഷൻ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ദ പ്ലസ് ഓപ്പറേറ്റർ ഡസ് ദിസ് ഇൻ പൈത്തൺ. പ്ലസ് എന്നുള്ള ഓപ്പറേറ്ററാണ് എന്താണ് ഈ കോൺകാറ്റിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ്ലി. സിംപ്ലി റൈറ്റിംഗ് 2 strings ലിറ്ററൽസ് ടുഗദർ ഓൾസോ കോൺകാറ്റിനേറ്റ്സ്. അതായത് നമ്മൾ 2 ആയിക്കഴിഞ്ഞ് അതായത് സിംപ്ലി റൈറ്റിംഗ് 2 strings ലിറ്ററൽസ് ടുഗദർ ഓൾസോ, അതായത് രണ്ടും ഒരേ ഇതിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കോൺകാറ്റിനേഷൻ ആയിട്ട് വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ the star operator can be used to repeat the string for a given number of times. ഈ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കോൺകാറ്റിനേഷൻ ഞാൻ പറഞ്ഞു ഈ ഇത് ഇങ്ങനെ ചുമ വരുന്നുണ്ട്, അതുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ ഉള്ളത്. അതായത് പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യാം. ജസ്റ്റ് പ്ലസ് മാത്രം എക്സാമ്പിൾ താഴെ പറയുന്നത് മനസ്സിലാക്കി തരാം. അതുപോലെ സ്റ്റാർ ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റാർ ഇട്ടിട്ട് നമ്മൾ എത്ര വാല്യൂ ആണോ കൊടുക്കുന്നത് ആ വാല്യൂ അത്രയും പ്രാവശ്യം എന്ത് ചെയ്യും, അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കോൺകാറ്റിനേറ്റ് വേണ്ടി യൂസ് ചെയ്യുന്നത് പ്ലസ് ഓപ്പറേറ്റർ അതുപോലെ സ്റ്റാർ ഓപ്പറേറ്ററാണ്. പ്ലസ് ഓപ്പറേറ്ററിൻ്റെ യൂസ് എന്ന് വെച്ച് ഒന്നിൽ കൂടുതൽ സ്ട്രിങ്സിനെ കമ്പൈൻ ചെയ്ത് സിംഗിൾ സ്ട്രിങ് ആക്കും. അത് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഹലോ STR1ലേക്ക് നമ്മൾ ഹലോ അസൈൻ ചെയ്തു. STR2 നമ്മൾ എന്ത് ചെയ്തു, വേൾഡ് അസൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ താഴെ പറഞ്ഞു ഇവിടെ ഇത് പ്രിൻറ്റ് ചെയ്യാനുള്ള ജസ്റ്റ് പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. കാരണം അത് സിംഗിൾ ഇൻവെർട്ടഡ് കോമ കൊടുത്തിട്ടുണ്ട്, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വർക്കിംഗ് ഇതാണ് STR1 + STR2 എന്നുള്ള എന്ത് ചെയ്യും, ഹലോ എന്നുള്ള ഇതും വേൾഡ് എന്നുള്ളതും കൂടി ഒറ്റ സ്ട്രിങ് ആക്കി. സ്പേസ് ഇല്ല, കാരണം ഇവിടെ ഔട്ട്പുട്ടിൽ ശ്രദ്ധിച്ച് നോക്ക്, ഹലോ വേൾഡ് സ്പേസ് ഇല്ലാതാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ടൈംസാണ് നമുക്ക് സെയിം സാധനം റിപ്പീറ്റ് ചെയ്യേണ്ടത്, അത് ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രാവശ്യം ചെയ്യാതെ റിപ്പീറ്റ് ചെയ്ത് കോൺകാറ്റിനേറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ STR×3 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ STR എന്നുള്ളത് ഹലോ എന്നാണ്. ഹലോ 3 പ്രാവശ്യം അവിടെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സ്ട്രിങ് ആക്കി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്താ കോൺകാറ്റിനേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നത് ഐട്രേറ്റിംഗ് ത്രൂ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിലൂടെ എങ്ങനെ ഐട്രേറ്റ് ചെയ്യാം, മൊത്തത്തിൽ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതാണ്. ഐട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിലൂടെ മൊത്തം നമുക്ക് എങ്ങനെ പ്രോസസ്സ് നടത്താം എന്നുള്ള പറഞ്ഞത്. വി ക്യാൻ ഐട്രേറ്റ് ത്രൂ എ സ്ട്രിങ് യൂസിങ് ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സ്ട്രിങ്ങിൽ നമുക്ക് ഐട്രേഷൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കൗണ്ട് =0 എന്നിട്ട് പറഞ്ഞാൽ 4 ലെറ്റർ എന്നുള്ള ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് ഹലോ വേൾഡ് എന്നുള്ളത് അസൈൻ ചെയ്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു ഇഫ് ലെറ്റർ =1. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും എടുക്കല്. ലെറ്റർ L ആണോ നോക്കൂ, L അല്ല. അപ്പോൾ എന്ത് ചെയ്യും, കൗണ്ട് പ്ലസ് കണ്ടീഷൻ തെറ്റപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ലെറ്റർ എടുക്കും, എടുക്കും. എന്നിട്ട് ലെറ്റർ L അതും ഫോൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നോർമലി എന്ത് ചെയ്യും, അടുത്ത എടുക്കും. അപ്പോൾ അടുത്തത് L ആണ് വരുന്നത്. അപ്പോൾ ഇഫ് ലെറ്റർ
എൽ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 1 എന്നുള്ളത് 1 മാറും. പിന്നെ അടുത്തത് എല്ലാണ് വീണ്ടും വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, കൗണ്ട് പ്ലസ് 1. അപ്പോൾ 1 എന്നുള്ളത് 2 മാറും. പിന്നെ വരുന്നത് ഒ ആണ്. ഒ എന്നുള്ളത് ലെറ്റർ ഈക്വൽ ടു എന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യില്ല, കൗണ്ട് കൂട്ടില്ല, നേരെ അടുത്ത് നോക്കും. ഡബ്ല്യു നോക്കുമ്പോൾ അതും ഫോൾസ് ആണ്, നോക്കില്ല. പിന്നെ ഒ അതും ഫോൾസ് ആണ്. പിന്നെ ആർ അതും ഫോൾസ് ആണ്. പിന്നെ എൽ അത് ട്രൂ ആണ്. അപ്പോൾ കൗണ്ട് ഇപ്പോൾ ഓൾറെഡി 2 ഉണ്ടെന്ന് പിന്നെ 3 ആവും. പിന്നെ അടുത്തത് ഡി നോക്കും. ഡി എന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി താഴത്തെ പിന്നെ താഴത്തെ പ്രിൻറ്റ് കൗണ്ട് ലെറ്റേഴ്സ് ഫൗണ്ട്. കൗണ്ട് എത്രയാണ്, 3. അപ്പോൾ 3 ലെറ്റേഴ്സ് ഫൗണ്ട്. മനസ്സിലായി. അപ്പോൾ ഈ 4 ഇൻ ലെറ്റർ എന്നുള്ളത്, ലെറ്ററിൽ ഈ ഹലോ വേൾഡ് എന്നുള്ള എന്ത് ഓരോ മൊത്തമുള്ള സീക്വൻസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ സിംഗിളാക്കിയിട്ടായിരിക്കും ഫോർ ലൂപ്പിൽ വർക്ക് ചെയ്ത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിലൂടെ നമ്മൾ എങ്ങനെ ഐട്രേഷൻ നടത്തുക എന്നുള്ളതാണ് ഒരു എക്സാമ്പിളാണിത്. ഒന്നുമില്ല, ഒരു ഫോർ ലൂപ്പ് പറയാം. ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഐട്രേറ്റിംഗ് ത്രൂ സ്ട്രിങ് എന്നുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രിങ്ങിലൂടെ നമുക്ക് എങ്ങനെ ഒരു ഐട്രേഷൻ, അതായത് ഫിൽറ്ററിങ് നടത്താൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ, ഒരു കീ ക്രിയേറ്റ് ചെയ്തു ലെറ്റർ എന്നുള്ള, എന്നിട്ട് അതിലൂടെ എന്ത് ഹലോ വേൾഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കമ്പൈൻ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ ഐട്രേഷൻ നടത്തിയിട്ടുള്ളത്. അടുത്ത് സ്ട്രിങ് മെമ്പർഷിപ്പ് ടെസ്റ്റ്. We can test if a substring exists within a string or not using the keyword in. അതായത് ഒരു സബ്സ്ട്രിങ്ങോ, അതായത് നമുക്ക് ഒരു സ്ട്രിങ്ങിലൂടെ ഒരു സബ്സ്ട്രിങ് അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്ട്രിങ്ങിൽ അതിൻ്റെ കൂടെ ഒരു സബ്സ്ട്രിങ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞതിൽ വീഡിയോ കട്ടായിരിക്കണം. അത് മുമ്പ് ഡിസ്കസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐട്രേറ്റിംഗ് ത്രൂ എ സ്ട്രിങ്, എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിലൂടെ എങ്ങനെ ഐട്രേഷൻ നടത്താമെന്നുള്ളതാണ്. ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്യല്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് മെമ്പർഷിപ്പ് ടെസ്റ്റ്. അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രിങ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് സ്ട്രിങ് മെമ്പർഷിപ്പ്. വി ക്യാൻ ടെസ്റ്റ് ഇഫ് എ സബ്സ്ട്രിങ് എക്സിസ്റ്റ് വിത്തിൻ എ സ്ട്രിങ് ഓർ നോട്ട്. ഇപ്പോൾ ലൈക്ക് മൗലാന കോളേജ് എന്നുള്ളത്, അതിൽ കോളേജ് മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സബ്സ്ട്രിങ് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രിങ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ആക്ടിവേറ്റഡ് എന്നുള്ള സ്ട്രിങ് ആണ്, അതിൻ്റെ ഉള്ളിൽ ആക്ടിവേറ്റ് ഉണ്ടോ എന്ന് നോക്കാം. കാരണം ആക്ടിവേറ്റഡ് ഫുൾ സ്ട്രിങ് ആണ്, അതിൻ്റെ സബ്സ്ട്രിങ് ആണ് ആക്ടിവേറ്റ്. ശരി, അത് ഉണ്ടോ ഇല്ല എന്ന് നോക്കാനുള്ള എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുന്ന എക്സാമ്പിൾ പറയുന്നത് എ ഇൻ പ്രോഗ്രാമിൽ എ ഉണ്ടോ എന്ന്. അപ്പോൾ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും മിക്കവാറും. അത് ട്രൂ ഓർ ഫോൾസ് വെച്ചിട്ടായിരിക്കും എന്തെങ്കിലും അതിൻ്റെ റിസൾട്ട് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഈ കീവേഡ് ഇന്നും നോട്ട് ഇന്നും ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് പറഞ്ഞാൽ ഉണ്ടോയെന്നും നോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട് എ ഇൻ പ്രോഗ്രാം. എന്നുള്ള സബ്സ്ട്രിങ് മെയിൻ സ്ട്രിങ് ആയ പ്രോഗ്രാമിൽ എ ഉണ്ടോ, അതായത് മെയിൻ സ്ട്രിങ് ആണ് പ്രോഗ്രാം, അതിൻ്റെ സബ്സ്ട്രിങ് ആണ് എ. അപ്പോൾ എ പ്രോഗ്രാമിലുണ്ടോ നോക്കുമ്പോൾ എന്താ ഉണ്ട്. അറ്റ് നോട്ട് ഇൻ ബാറ്റിൽ AT ഉണ്ടോ അത്. അപ്പോൾ ഇവിടെ നോട്ടിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഉണ്ട്. അപ്പോൾ അത് കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഫോൾസ് പാസ് ചെയ്തു. അപ്പോൾ ഇതാണ് സ്ട്രിങ് മെമ്പർഷിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രിങ് ഉണ്ടോ ഇല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തണിൽ ചെക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതാണ് സ്ട്രിങ് മെമ്പർഷിപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രിങ് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഇന്ന് നോട്ട് ഇന്ന്. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ടു വർക്ക് വിത്ത് പൈത്തൺ. അതായത് ഓൾറെഡി പൈത്തണിൽ ഒരുപാട് ഫങ്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ബിൽറ്റ് ഇൻ ഫങ്ഷൻ സ്ട്രിങ്ങിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്തുണ്ട് പൈത്തണിലുണ്ട്. അതിന് ഏതൊക്കെ നമുക്ക് നോക്കാം. വേരിയസ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് വിത്ത് സ്ട്രിങ് ആസ് വെൽ. Some of the commonly used one, enumerate
ആൻഡ് ലെൻ. എന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ the function returns an enumerate object. It contains the index value of all the items and the string as pairs. അതായത് എന്യൂമറേറ്റർ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതിലുള്ള എല്ലാ ഇൻഡെക്സും വേറെ 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 ആക്കിയിട്ട് എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഇപ്പോൾ 5 അക്ഷരം ഉണ്ടെങ്കിൽ ആ 5 എന്ത് ചെയ്യും, അതിനെ മുറിച്ചിട്ട് എന്ത് ചെയ്യും, ആ 5 സെപ്പറേറ്റ് ആയിട്ട് ആ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്യൂമറേറ്റ് എന്നുള്ളത്. അപ്പോൾ എന്യൂമറേറ്റ് എന്നുള്ള കോൾ ചെയ്തിട്ട് ഒരു ഫംഗ്ഷനെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഇന്ന ഇൻഡെക്സ് വാല്യൂ സെപ്പറേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇത് എന്നുള്ളത്. പിന്നെ വരുന്നത് ലെൻ എന്നുള്ള ഫംഗ്ഷൻ. ലെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിൽ അതിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കിട്ടാൻ പറ്റുന്നതാണ് ലെന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ രണ്ടെണ്ണം പറഞ്ഞത് എന്യൂമറേറ്റും അതുപോലെ ലെന്നും. എന്യൂമറേറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ റിട്ടേൺ ആൻഡ് എന്യൂമറേറ്റ് ഒബ്ജെക്റ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഡെക്സ് ആൻഡ് വാല്യൂ ഓഫ് ഓൾ ഐറ്റംസ് ഇൻ ദ സ്ട്രിങ് ആസ് പയേഴ്സ്. അതായത് എന്യൂമറേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മൊത്തം ഇൻഡെക്സും അതിലുള്ള ഇൻഡെക്സിനകത്തുള്ള വാല്യൂസും എന്ത് ചെയ്യും, ആ എന്യൂമറേറ്ററിലോട്ട് പാസ് ചെയ്യും. എന്നുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, ആ സ്ട്രിങ്ങിൽ ടോട്ടൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത് കിട്ടും എന്നാണ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ str കോൾഡ് എന്ന് കൊടുത്ത് str എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ കോൾഡ് എന്നുള്ള str എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ കോൾഡ് എന്നുള്ള ഒരു സ്ട്രിങ് പാസ് ചെയ്തു. എന്നിട്ട് ലിസ്റ്റ് എന്യൂമറേറ്റ് എന്നുള്ള പുതിയ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ നമ്മൾ എന്യൂമറേറ്റ് str എന്ന് കൊടുത്തു. എന്നിട്ട് പ്രിൻറ്റ് ലിസ്റ്റ് എന്യൂമറേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 0-ൽ C ആണുള്ളത്, 1-ൽ O ആണുള്ളത്, 2-ൽ അങ്ങനെയാണ് നമുക്ക് പാസ് ചെയ്തത്. ലെന്നുള്ള ടോട്ടൽ നമ്പർ മൊത്തം 4 അക്ഷരങ്ങളിൽ ആ 4 പാസ് ചെയ്തത്. അപ്പോൾ ഇതാണ് എന്യൂമറേറ്റർ എന്നുള്ള ഫംഗ്ഷൻ്റെ എന്യൂമറേറ്റർ ലെന്നും എന്താണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. ഓൾറെഡി അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനാണ്. നമ്മൾ ജസ്റ്റ് കോൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, നമ്മൾ ഡെഫിനേഷനൊന്നും എഴുതണ്ട. അപ്പോൾ എന്യൂമറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻഡെക്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ലെന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ എടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ട് അത് കാണിച്ചു തരും. അടുത്ത പൈത്തൺ സ്ട്രിങ് ഫോർമാറ്റിംഗ്. അടുത്ത എസ്കേപ്പ് സീക്വൻസ്. മെയിനായിട്ടുള്ളത് എസ്കേപ്പ് സീക്വൻസ്. അതായത് എസ്കേപ്പ് സീക്വൻസ് സ്റ്റാർട്ട് വിത്ത് / ഇൻ്ററപ്റ്റഡ് ഡിഫറെൻ്റ്ലി. If you use a single quote to represent a string, all the single quotes inside the string must be escaped. അതായത് എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് സീക്വൻസ് കഴിഞ്ഞാൽ / വെച്ചിട്ടായിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. എസ്കേപ്പ് സീക്വൻസ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് എസ്കേപ്പ് സീക്വൻസ് സ്റ്റാർട്ട്സ് വിത്ത് / ആൻഡ് ഇൻ്ററപ്റ്റഡ് ഡിഫറെൻ്റ്ലി. അതായത് നമുക്ക് ഇപ്പോൾ എപ്പസ്ട്രോഫി എസ് ഒക്കെ നമുക്ക് കിട്ടണം. എപ്പസ്ട്രോഫി എക്സ് ഒക്കെ സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ് ഇപ്പോൾ ഡബിൾ ഇൻവേർട്ടഡ് കോമ സ്ട്രിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ്. അപ്പോൾ അങ്ങനത്തൊക്കെ നമുക്ക് നമ്മളെ സ്ട്രിങ്ങിലോട്ട് കിട്ടണമെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് യു യൂസ് എ സിംഗിൾ കോട്ട് ടു റെപ്രസെൻറ്റ് എ സ്ട്രിങ്, ഇറ്റ് ഓൾ ദ സിംഗിൾ കോട്ട്സ് ഇൻസൈഡ് ദ സ്ട്രിങ് മസ്റ്റ് ബി എസ്കേപ്പ്. അതായത് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ ഇൻവെർട്ടഡ് കോമ കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ട്രിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, എസ്കേപ്പ് സീക്വൻസ്. അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പ്രിൻറ്റ് ഹീ സൈഡ്. ഇവിടെ ഡബിൾ ഇൻവെർട്ടഡ് കോമാണ് സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഈ വാട്ട് ഈസ് ദെയർ എന്നുള്ളത് ഇവിടെ കോമട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ വാട്ട് ഈസ് ദെയർ എന്നുള്ളത് ഈ രണ്ടാമത്തെ ഇൻവെർട്ടഡ് കോമയും മൂന്നാമത്തെ ഇൻവെർട്ടഡ് കോമയും നമുക്ക് വേണ്ടതാണ്. അതായത് അത് നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൽ ഷോ ചെയ്യണം. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നോർമലി ഇൻവാലിഡ് സിൻറ്റാക്സ് എറർ കാണിക്കുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോർമലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഡബിൾ ഇൻവെർട്ടഡ് കോമ കൊടുത്തു. അപ്പോൾ ഇതിനെയും എന്ത് ചെയ്യുള്ളൂ, സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ നമുക്കെന്താ വേണ്ടി, നമുക്ക് ഈ വാട്ട് ഈസ് ദെയർ എന്നുള്ളത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, എസ്കേപ്പ് സീക്വൻസ്. ഇപ്പോൾ ഹീ സൈഡ് ഇവിടെ സിംഗിൾ ഇൻവെർട്ടഡ് കോമ കൊടുത്തു, നമ്മളിവിടെ ഡബിൾ ഇൻവെർട്ടഡ് കോമ കൊടുത്തു.
അപ്പോൾ നോർമലി എന്താ ചെയ്യുക, അതും ഇൻവാലിഡ് സിൻടാക്സ്. അപ്പോൾ അത് എങ്ങനെയാണ് എസ്കേപ്പ് സീക്വൻസ് യൂസ് ചെയ്യണം എന്നുള്ളത് അടുത്ത എക്സാമ്പിളിൽ ഈ എക്സാമ്പിൾ മനസ്സിലാകുന്നത്. ഇവിടെ നോക്കുന്നത് പ്രിൻ്റ് ഇത് ട്രിപ്പിൾ ഇൻവെർട്ടഡ് കോമ കൊടുത്തുള്ളൂ. സോറി, ഇവിടെ ട്രിപ്പിൾ സിംഗിൾ ഇൻവെർട്ടഡ് കോമ കൊടുത്തുള്ളൂ. ഹീ സെഡ് വാട്ട് ഈസ് ദർ. അപ്പോൾ അത് കറക്റ്റ് എന്തായി ഇവിടെ വച്ചത് നോക്ക്. ഹീ സെഡ്, കാരണം ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള സിംഗിൾ ഇൻവെർട്ടഡ് കോമ ആണ്. അതേപോലെ അത് ക്ലോസ് ചെയ്യാനും സിംഗിൾ ഇൻവെർട്ടഡ് കോമ കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഈ രണ്ട് ഡബിൾ ഇൻവെർട്ടഡ് കോമ നമുക്ക് അതുപോലെ കിട്ടും. ഹീ സെഡ് വാട്ട് ഈസ് ദർ. ഈ രണ്ടാമത്തെ നമ്മൾ എസ്കേപ്പിംഗ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഹീ സെഡ് കോമ നമുക്ക് എന്താ വേണ്ടി, ഇവിടെ ഈ അപ്പസ്ട്രോഫി എസ് വേണം. ഇല്ലെങ്കിൽ നോർമലി എന്താവും, ഇതിനെന്താക്കും, ഈ ബാക്ക് സ്ലാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താക്കും, ഇതിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ടർ ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമുക്കത് ശരിക്കും എന്താ വേണ്ടി, വാട്സ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്ത് ഒരു എസ്കേപ്പ് സീക്വൻസ്, അത് ബാക്ക് സ്ലാഷ് കൊടുത്തു. അതാണ് ഞാൻ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. ബാക്ക് സ്ലാഷ് ആണ് എന്ത് എസ്കേപ്പ് സീക്വൻസിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവില്ല. ബാക്ക് സ്ലാഷ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, അവിടെ വാട്സ് തന്നെ രണ്ടാമത്തെ വാട്സ് തന്നെ പ്രിൻ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഹീ സെഡ്, നമുക്ക് ഈ സൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തുള്ളത് ഇൻവെർട്ടഡ് കോമ. അപ്പോൾ നമ്മൾ ഇവിടെ സ്ലാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ നോർമലി എന്താവും, ഇതിനെന്ത് കൺവേർട്ടറായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും എന്താ വേണ്ടി, കൺവേർട്ടർ അല്ല വേണ്ടത്, അവിടെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് എസ്കേപ്പ് സീക്വൻസ് കൊടുത്ത് സ്ലാഷ് ഡബിൾ ഇൻവെർട്ടഡ് കോമ എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്നാമത്തെ എക്സാമ്പിൾ ഉണ്ടോ അത് വന്നു. അതേപോലെ ലാസ്റ്റ് സ്ലാഷ് കൊടുത്ത് അതും വന്നു. നമ്മൾ കോഡ് എന്നാണ്. അപ്പോൾ നമ്മൾ എസ്കേപ്പ് സീക്വൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലൈക്ക് സിംഗിൾ ഇൻവെർട്ട് നമ്മൾ സ്ട്രിങ്ങിനെ ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ സ്ട്രിങ്ങിനെ നമ്മൾ സ്ട്രിങ് ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിംഗിൾ ഇൻവെർട്ടഡ് കോമ യൂസ് ചെയ്യാം, ഡബിൾ ഇൻവെർട്ടഡ് കോമ യൂസ് ചെയ്യാം, അതേപോലെ ട്രിപ്പിൾ ഇൻവെർട്ടഡ് കോമ, അതേപോലെ ട്രിപ്പിൾ സിംഗിൾ ഇൻവെർട്ടഡ് കോമ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഇൻവെർട്ടഡ് കോമേഴ്സ് ഇപ്പോൾ ഡബിളായാലും സിംഗിളായാലും നമുക്കത് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്, പ്രിൻ്റ് ചെയ്യുന്നിടത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് എസ്കേപ്പ് സീക്വൻസ്. അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്ക്, ഞാൻ വീണ്ടും പറയുന്നു. ഫസ്റ്റത്തെ എക്സാമ്പിൾ ഹീ സൈഡ്, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുള്ളത് ട്രിപ്പിൾ ഇൻവെർട്ടഡ് കോമയിലാണ്. അപ്പോൾ അത് കമ്പൈലറിന് അറിയാതെ എൻഡിങ് എന്തായിരിക്കും, ട്രിപ്പിൾ ഇൻവെർട്ടഡ് കോമയിലേക്കും ബാക്കിയുള്ളതൊക്കെ എന്താണ് സ്ട്രിങ് ആണെന്ന് മനസ്സിലാകും. അപ്പോൾ അത് ഫസ്റ്റത്തെ ഔട്ട്പുട്ട് നോക്ക് കറക്റ്റ് ഈ സൈഡ് വാട്ട് ഈസ് എന്ന് കറക്റ്റ് കിട്ടിയിരുന്നു. ഈ രണ്ടാമത്തെ നോക്ക്, രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാണ്. അപ്പോൾ എന്തായാലും നോർമലി എൻഡിങ്ങും സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലേക്കും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ വാട്ട്സ് എന്നുള്ളതിന് നമുക്ക് എന്ത് വേണം, അവിടെ ഒരു സിംഗിൾ ഇൻവെർട്ടഡ് കോമ നമുക്ക് വേണം പ്രിൻറ്റ് ചെയ്യാൻ. പക്ഷേ ഈ ബാക്ക് സ്ലാഷ് ഇല്ലാണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോർമലി എന്താണ്, ഈ സ്റ്റാർട്ടിങ് സിംഗിൾ ഇൻവെർട്ടഡ് കോമൻ്റെ എൻഡിങ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യും. അപ്പോൾ അതോടെ സിൻടാക്സ് എറർ വരും. ഇത് രണ്ടും വേസ്റ്റ് ആകുമ്പോഴത്തേക്കും സിൻടാക്സ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ്കേപ്പ് സീക്വൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ മനസ്സിലായില്ലേ, രണ്ടാമത്തെ എക്സാമ്പിൾ. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തതുള്ള ഡബിൾ ഇൻവെർട്ടഡ് കോമയിലാണ്. അപ്പോൾ നോർമലി സ്ലാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ അതായത് ക്ലോസിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ സിൻടാക്സ് എറർ വരും. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലാഷ് കൊടുത്തില്ല. അപ്പോൾ അതാണ് എന്ത് എസ്കേപ്പ് സീക്വൻസ് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ക്യാരക്ടർ നമുക്ക് അതുപോലെ പ്രിൻ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത് എസ്കേപ്പ് സീക്വൻസ്. ഒരുപാട് ടൈപ്പ് ഓഫ് എസ്കേപ്പ് സീക്വൻസ്. നേരത്തെ എക്സാമ്പിൾ നോക്കി നമ്മൾ കണ്ട ഡയറക്റ്റ് സ്ലാഷ് കൊടുക്കാണ്ട് വന്നതാണ് ഇൻവാലിഡ് സിൻടാക്സ്. അവിടെ നോക്കി അതേപോലെ വന്നപ്പോഴാണ് എന്ത് ഇൻവാലിഡ് സിൻടാക്സ്. കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇത് എൻഡിങ് ആയിട്ട് എടുക്കും. പിന്നെ അപ്പോൾ ഇതൊന്ന് വേസ്റ്റ് ആവും, ഇത് രണ്ടും വേസ്റ്റ് ആവും. ഇവിടെ നോക്കി ഇത് സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ നോർമലി വരൽ ഇതുവരെ വരും, ബാക്കിയുള്ള അപ്പോൾ എന്ത് സിൻടാക്സ് വരും. അപ്പോൾ അതാണ്, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് എസ്കേപ്പ് സീക്വൻസസ് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് എസ്കേപ്പ് സീക്വൻസസ് ഉണ്ട്. ഒന്ന് സ്ലാഷ് ന്യൂ ലൈൻ, ഡബിൾ സ്ലാഷ് ബാക്ക് സ്ലാഷ് കിട്ടും നമുക്ക്. സിംഗിൾ കോട്ടിനാണെങ്കിൽ സ്ലാഷ് സിംഗിൾ കോട്ട്, ഡബിൾ കോട്ടാണെങ്കിൽ സ്ലാഷ് ഡബിൾ കോട്ട്, ആസ്കി ആണെങ്കിൽ സ്ലാഷ് ചെയ്യുക. അത് ആസ്കി വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ ആസ്കി ബാക്ക് സ്പേസ് ബി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് നോക്കിയാൽ മതി, ജസ്റ്റ് ഏതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്ന് ഇത്രയും
ഇന്നത്തെ ക്ലാസ്സാണ് കുറച്ച് വയ്യ, ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കുകയാണ്, കാരണം തീരെ വയ്യായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഉണ്ടാവും. അത് 2 ദിവസത്തിനുള്ളിൽ എന്തായാലും നമുക്ക് ഈ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഈ യൂണിറ്റ് എന്തായാലും ഫിനിഷപ്പ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കട്ടെ. ഇപ്പോൾ ഒന്നും സ്ട്രിങ്ങൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ എന്തായാലും ഇതിൻ്റെ PDF ഷെയർ ചെയ്ത് തരാം. അത് ജസ്റ്റ് നോക്കട്ടെ. താങ്ക് യു.